ആക്രമിച്ചതാരാണെന്ന് എന്തെങ്കിലും വിവരമുണ്ടോ? ഐ മീൻ ബിസിനസ്സിലെ വല്ല പൂർവ്വ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. കള്ളന്മാരായിരിക്കും. അല്ലെങ്കിൽ തന്നെ കോഴി വിറ്റ് ജീവിക്കുന്നവനാരാ സാറേ ശത്രു? അവരുടെ അറ്റാക്കിന്റെ രീതിയും മറ്റും കണ്ടാൽ ഇറ്റ്സ് എ ഹൈവേ റോബറി. ഇത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ചും രാത്രിയിൽ. നിങ്ങളിത് ആദ്യമായതുകൊണ്ടാ. സാധാരണ രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ബിസിനസ്സുകാർ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കൂടുക പതിവ്. സാർ, മർഡർ അറ്റംപ്റ്റും ഹൈവേ റോബറിയും അല്ലേ? നിയമം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനാ പോലീസിനെ വിളിച്ചത്. പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ചന്ദ്രദാസ്, ബാംഗ്ലൂരിലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. നാട്ടിലേക്ക് തന്നെ, കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്കാണ് നിങ്ങളെ കണ്ടത്. സാർ, മാഡം ഇസ് വെയിറ്റിംഗ്. യെസ്, ഇവർക്ക് വേണ്ട വിവരമൊക്കെ പറഞ്ഞു കൊടുത്തേക്കൂ മിസ്റ്റർ വിശ്വനാഥൻ. ನಿಮ್ಮ ಹೆಸರೇನು? വിശ്വനാഥൻ, കെ വിശ്വനാഥൻ. വയസ്സെಷ್ಟು? 36. അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നും അല്ലല്ലോ? നോ, ഹീസ് ക്വയറ്റ് നോർമൽ. ഇനിയിപ്പോ ലോക്കൽ പോലീസ് നോക്കിക്കോളും. ഞാനും അതന്നെ പറയുന്നത്. ഒരാപത്ത് ഘട്ടത്തിൽ കണ്ടു, നമ്മളെ രക്ഷിച്ചു. ഇനിയിപ്പോ പോലീസ് നോക്കിക്കോളും ചന്ദ്രേട്ട. അമ്മയും അച്ഛനൊക്കെ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. സർ, യു നീഡ്ന്റ് സ്ട്രെയിൻ യുവർസെൽഫ്. വിൽ ടേക്ക് കെയർ. യെസ് മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ പോവാണ്. നാട്ടിൽ വരുമ്പോ കാണണം. സർ, എന്താ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം നാട്ടിലെ പോലെ ആവൂ. സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇവരോട് പറഞ്ഞൊരു ടാക്സി അറേഞ്ച് ചെയ്തെന്ന് എനിക്കിവിടെ കിടക്കാൻ വയ്യ. നോനോ, പോലീസിനെ അറിയിച്ചു പോയ സ്ഥിതിക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. തന്നെയുമല്ല, 2-3 ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. സാർ, അതല്ല. നോ മിസ്റ്റർ വിശ്വനാഥൻ, ബിസിനസിന്റെ കാര്യം ഓർത്തിട്ടാണോ? 2 ദിവസം ഗൾഫിലുള്ള ഒരു ചിക്കൻ ഇല്ലാതെ ആഹാരം കഴിച്ചോളും. ഓക്കെ, ബൈ.